ഈ പറയുന്ന ഹിന്ദു ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതെങ്കിലും ഒരാശുപത്രി ഈ ആദിവാസി മേഖലയെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം, ഒരു ചെറിയ ക്ലിനിക്ക് പോലും കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ ഞാൻ കാണിച്ചു തരാം 100 കണക്കിന് ഈ കാത്തലിക് സഭ നടത്തുന്ന ആശുപത്രികൾ ഈ പറയുന്ന ആദിവാസി മേഖലയിലുണ്ട്. അതായത് ഈ ട്രൈബ്സിന് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് ഈ മലേറിയ. എത്രയോ ട്രൈബ്സ് ഈ മലേറിയ വന്ന് എത്രയോ പേരാ മരിച്ചു പോകുന്ന ഒരു വില്ലേജ് തന്നെ ഇല്ലാതായിപ്പോയി. പിന്നെ ട്രൈബ്സിന് ഈ വനവുമായി ബന്ധപ്പെട്ട് മറ്റു പല അസുഖങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, മാറാവ്യാധികളുണ്ട്. അപ്പം ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഡോക്ടേഴ്സിന് സാലറി കൊടുക്കണം. എത്രയോ മലയാളികൾ ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ഡോക്ടർ വിനായക് സെൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് വന്നയാളാണ്. അദ്ദേഹം അവിടെ ഡോക്ടറായിട്ടിരുന്നു. അവിടെ ഈ ആശുപത്രിയിലാണെങ്കിലും ഈ സ്കൂളിലാണെങ്കിലും അവിടെ രോഗിയായിട്ട് പല ആൾക്കാരും വരും. പല കുടുംബത്തിൽ നിന്ന് ഈ പറയുന്ന ആദിവാസികൾ പല ആൾക്കാരും വരും. ഇവർക്കൊന്നും ആധാറും അതും ഈ പറയുന്ന രേഖകളൊന്നുമില്ല. അപ്പം അവിടെ ആര് വന്നാലും ഒരു ഡോക്ടറിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമാണ്, അതിനേക്കാൾ ഉപരി മാനുഷികമായ സംഭവമാണ്, നോബൽ ജോലിയുടെ ഭാഗമാണ് ഇവരെ ട്രീറ്റ് ചെയ്യുക. അതിനുശേഷമാണ് ഇവരാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുക. അതൊക്കെ പോലീസാണ് ചോദിച്ചറിയേണ്ട ആരാണ് എന്താണ് മറ്റുള്ള സംഭവങ്ങൾ. ഇതേപോലെയുള്ള ആദിവാസികളും പെണ്ണുകളും സ്ത്രീകളും കുട്ടികളും ഇത് പല ആൾക്കാരും ആശുപത്രിയിൽ വരുന്നുണ്ട്. അതിനെയാണ് ഇവർ പറയുന്നത് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ കാത്തലിക് സഭ അതിൻ്റെ വിശ്വാസികളും മെത്രാന്മാരും BJPക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇവരുടെ മിഷനെ അങ്ങ് തകർത്ത് കളയാൻ. ഇതാണ് ഉദ്ദേശം. ഈ തിമോത്തി ഫൗണ്ടേഷന് പല ആൾക്കാരും, എനിക്കറിയാവുന്ന ഈ ഫൗണ്ടേഷനിൽ പല ആൾക്കാരുമുണ്ട് ഇതിന് ഫണ്ട് ചെയ്യുന്നവർ. അതിനകത്ത് മലയാളികളുണ്ട് ഇഷ്ടം പോലെ പേര്. അത് ഈ പറയുന്ന ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഇന്ത്യയിലെ പല ATMകളിൽ നിന്നും അമേരിക്കൻ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ഇന്ത്യൻ കറൻസി വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യം ഒരു കാര്യം പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് അവർ കേൾക്കുന്നത്. അല്ലാതെ ഇന്ത്യയിൽ ഒരു പുല്ല് ചാരിറ്റി ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങളൊക്കെ പറയുന്ന പച്ചക്കള്ളവും നരേറ്റീവ്സും മാത്രമാണ്.